ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദക്കാണ്. അപ്പോൾ ദമാം ടു റിയാദ് ഇവിടുന്ന് 4 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. റിയാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ 10th വരെ പഠിച്ചത് റിയാദിലായിരുന്നു. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് റിയാദിക്ക് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വർക്ക് അവിടെയായിരുന്നു. പിന്നെ ദമാമിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റിയാദ് കാണുന്നത്. ആ ഒരു 10 വർഷം കൊണ്ട് തന്നെ റിയാദ് ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ട് സ്ഥലങ്ങളൊക്കെ ആകെ മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങൾ റിയാദിൽ വന്നിരുന്നു. എനിക്ക് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവർ താമസിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് മാത്രമാണ് കണ്ടിട്ട് ആ ഒരു പഴയ ഇത് ഓർമ്മ വന്നത്, പഴയ സ്ഥലം. ബാക്കിയൊക്കെ മാറിയായിരുന്നു. ഒരു ഉച്ചയൊക്കെ ടൈം ആയപ്പോൾ ഞങ്ങൾ റിയാദിലെത്തി. മെയിനായിട്ട് ഈ ഒരു ട്രിപ്പിൻ്റെ ഉദ്ദേശം എഡ്ജ് ഓഫ് ദ വേൾഡ് കാണുക എന്നുള്ളതാണ്. പിന്നെ ഉപ്പാനെയും കാണണം. അപ്പോൾ ഉപ്പാനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോണത്. ഇത് ബത്തയാണ് കേട്ടോ. ബത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളീസിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ കാണുന്ന പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു സൺസിറ്റി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, നമ്മളെപ്പോഴും ഇവിടേക്കാണ് വന്നിരുന്നതൊക്കെ. അപ്പോൾ ഇത് പൊളിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അൽമാസ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വന്നത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഹോട്ടലിൻ്റെ പേര് നോക്കിയിട്ടില്ലാന്ന്. ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും അളിയനും ഒക്കെ ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നു. അപ്പോൾ ഇഹാനുവും ഒക്കെ ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ദമാമെന്ന് വരുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ വിൻഡോ കൂടെ ഉള്ളത്. ഞങ്ങൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യണ ഒരാഴ്ച മുന്നെയാണ് റിയാദിക്ക് വന്നത്. കാരണം എഡ്ജ് ഓഫ് ദ വേൾഡ് വിൻ്ററിൻ്റെ ടൈമിൽ ചെറിയ കുട്ടികളായിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇഹാനുവിനെ കണ്ടപ്പോൾ മറുപടിക്ക് ഉറക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ആദ്യം പോയത് റിയാദ് ഒയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു ഫുഡ് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഡേറ്റ്സിൻ്റെ കുറേ വെറൈറ്റീസിൻ്റെ ഒരു ഷോക്കേസിങ് ആണ് കേട്ടോ. ഇത് ഓരോന്ന് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴും അതിൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ്. ഇത്രയും കുറേ വെറൈറ്റി ഡേറ്റ്സിനുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇതൊരു കോഫിയാണ്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിൽ കൂടെ നമുക്ക് ഈ സ്മെല്ല് അറിയാൻ പറ്റും. ഇത് നോർത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് കോഫിയാണെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്.
ഇത് ഒരു ബി കോളനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനിത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കരുതിയത് ഇത് ഓരോ സ്റ്റേജസ് ആണ് ഓരോ സ്ക്രീനിലും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരൊറ്റ സ്ക്രീൻ മാത്രം വെച്ചാൽ തിരക്കുണ്ടാവില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറേ എണ്ണം വെച്ചിട്ടുള്ളത്. ഇത് സിദർ ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹണി സിദർ ട്രീന്ന് ആണ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സിദർ ഹണി എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നേരത്തെ കാണിച്ച പോലെ ഇതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ. ഇത് വേറൊരു ഹണിയാണ്, താൽ ഹണിയാണ് ഇത്ര. അത് താൽ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളതിനാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഈ തേനീച്ചകൾ മാത്രമല്ല, ഇങ്ങനെ ട്രീസിൽ നിന്നും ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബീഹൈവിൻ്റെ മോഡൽ ചെയ്തിട്ടാണ്, മിററും ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ മറവമോളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കണ്ടപ്പോൾ കുറേ മിററൊക്കെ. ഈ ഹാനു ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവനിതൊന്നും കാണാൻ പറ്റിയില്ല ഉറങ്ങിയതുകൊണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഷവർമ ഹൗസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതിലൊന്ന് കയറണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ഷവർമ ഹൗസിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ എളാപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലൊക്കേഷൻ തെറ്റിയതല്ല, വേറെ ഒരു ഷവർമ ഹൗസിലേക്കാണ് കൊണ്ടുപോയത്. ആ വരുന്ന വഴിക്ക് കണ്ട ആ ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി പിന്നെ പോകുമ്പോൾ കയറണം. അപ്പോൾ എത്തിയത് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. എത്തിയത് വേറൊരു ഷവർമ ഹൗസിൻ്റെ മുന്നിലാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോളിവാർഡിലേക്കായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ കുട്ടികളൊക്കെ കരഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.